ക്രിസ്മസ് എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട മനുഷ്യൻ്റെ ആ ദൈവ സാന്നിധ്യത്തിലേക്കുള്ള തിരിച്ചുവരവാണ്, പറുദീസയിലേക്കുള്ള തിരിച്ചുവരവ്. കാരണം ദൈവം പറുദീസയുടെ അനുഭവം നൽകിയ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് കൽപ്പന ലംഘനം മൂലം തെറ്റുകൾ ചെയ്ത് ആ പറുദീസയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവന് തിരിച്ച് ആ പറുദീസയിലേക്ക് വരുവാൻ മറ്റൊരു മാർഗവുമില്ലായിരുന്നു. അതിന് പിതാവായ ദൈവം തൻ്റെ ഏകപുത്രനെ ലോകത്തിലേക്ക് അയച്ച മനുഷ്യാവതാരത്തിൻ്റെ തിരുനാളാണ് ക്രിസ്മസ്. ഈ തിരുനാളിൽ രക്ഷകൻ്റെ ജനനത്തിലൂടെ ഓരോ മനുഷ്യനും ഈ അവകാശം തിരികെ ലഭിക്കുകയാണ്. നഷ്ടപ്പെട്ട പറുദീസ തിരികെ ലഭിക്കുന്ന തിരുനാളാണ് ക്രിസ്മസിൻ്റെ തിരുനാൾ. നാം എല്ലാവരും സന്തോഷിക്കേണ്ട തിരുനാളാണ്. നാം എല്ലാവരും ആർത്ത് ആഘോഷിക്കേണ്ട സമയമാണ്. കാരണം നമ്മളൊക്കെയും ഒരുപക്ഷെ നമുക്ക് വിവിധ വിനോദങ്ങളിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ, നമ്മളൊരു മത്സരത്തിൽ അതിൽ വിജയിക്കുമ്പോഴൊക്കെ നമ്മൾ ഭയങ്കരമായി സന്തോഷിക്കും. എന്തുകൊണ്ടാണ്? അത് നമുക്കൊരു വലിയ ആനന്ദം തരുന്ന സംഭവമാണ്. എന്നാൽ അതിനേക്കാളെല്ലാം ഉപരിയായി നമ്മുടെ ഹൃദയം നിറഞ്ഞ് സന്തോഷം കൊണ്ട് തുളുമ്പേണ്ട സമയമാണ് ക്രിസ്മസ്. കാരണം പറുദീസയിൽ നിന്ന് പുറത്താക്കപ്പെട്ട മനുഷ്യന് തിരിച്ച് പറുദീസയിലേക്ക് പ്രവേശിക്കുവാനുള്ള രക്ഷകൻ്റെ വരവാണ് ക്രിസ്മസ്. അനേകം പ്രവാചകന്മാർ പ്രവചിച്ചിരുന്നു. ആ എമ്മാനുവേൽ പ്രവചനം, ദൈവം മനുഷ്യനായി നമ്മുടെ ഇടയിൽ വസിച്ചു. ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്കേവർക്കും സന്തോഷിക്കാം, നമുക്കെല്ലാ അസ്വസ്ഥതകളും ഉപേക്ഷിക്കാം. കാരണം എനിക്ക് പറുദീസയിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു വലിയ അവസരമാണ് ക്രിസ്മസിലൂടെ രക്ഷകനായ ഉണ്ണി ഈശോ നൽകിയിരിക്കുന്നത്.